വീടിന്റെ സൗത്ത് ഈസ്റ്റിൽ ഗാർഡൻ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതായിരിക്കും. പല വീടുകളിലും രണ്ടാം നില വെക്കുമ്പോൾ കന്നിമൂല ഒഴിച്ചിടുന്ന രീതിയുണ്ട്. അത് തെറ്റാണ്. ഒരു കാരണവശാലും വീടിന്റെ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക. വീട് പണിയുമ്പോൾ തുടക്കത്തിലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എപ്പോഴും കന്നി എപ്പോഴും വെയിറ്റും ഹൈറ്റും കയറ്റി നിർത്തുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കന്നിയിൽ എപ്പോഴും കന്നി ഭൂമി ആയാലും ശരി തന്നെ അവിടെ ഉയർത്തിയിടുക, അവിടെ വെയിറ്റ് ആയിട്ട് നിർത്തുക, അവിടെ ഹൈറ്റ് ആയിട്ട് നിർത്തുക. പല വീടുകളിലും രണ്ടാം നില വെക്കുമ്പോൾ കന്നി ഭാഗം സൗത്ത് വെസ്റ്റ് ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് എലിവേഷന് വേണ്ടിയിട്ട് മറ്റേ കിഴക്ക് ഭാഗത്ത് റൂമുകൾ എടുത്തുകൊണ്ട് കന്നിമൂല ഒഴിച്ചിടുന്ന രീതിയുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ കന്നി താഴ്ന്നു കിടക്കും. അവിടെ ഹൈറ്റ് ഇല്ല, അവിടെ വെയിറ്റ് ഇല്ല. കന്നി എപ്പോഴും ഉയർത്തി നിർത്തിക്കൊണ്ട് കന്നിയിൽ വാട്ടർ ടാങ്കും വെച്ചുകൊണ്ട് ഏറ്റവും ഹൈറ്റ് ആയിട്ടും വെയിറ്റ് ആയിട്ടും അവിടെ നിർത്തുക. അതേപോലെ തന്നെ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാനകോണ് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന സ്ഥലം എപ്പോഴും ഫ്രീ ആക്കി ഇടുക. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അവിടെ നിന്നിട്ടുള്ള ഒരു എൻട്രൻസ്, ഒരു ഗേറ്റ് നമുക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ജലസാന്നിധ്യം, അത് മീനൻ രാശിയിലെ ജലം നമുക്ക് എപ്പോഴും അക്കൗണ്ടിൽ പൈസ നിലനിർത്തും. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം കന്നി ഉയർന്നു നിൽക്കുക, ഈശാന്യം ഫ്രീ ആക്കി ഇടുക. ഒരു കാരണവശാലും വീടിൻ്റെ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക. ഈശാന്യം പോയി കഴിഞ്ഞാൽ, മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ബുദ്ധിയൊന്നും കൃത്യമായി വർക്കാകില്ല, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ ചെന്ന് എത്തത്തില്ല. അപ്പം ആ രീതിയിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോക്കി വീടിൻ്റെ എൻട്രൻസ് വയ്ക്കുക. നല്ല മൗണ്ടൻ സ്റ്റാർ നമ്പർ നോക്കി വീടിൽ നല്ല ബെഡ്റൂമുകൾ പണിയുക. മോശം സ്റ്റാറുകളിൽ ഈ പറയുന്ന ടോയ്ലറ്റ്, അങ്ങനെയുള്ള സ്റ്റെയർ, അതുപോലെ തന്നെ സ്റ്റോറ്, അത്തരം കാര്യങ്ങൾ മോശം കോമ്പിനേഷനിൽ വയ്ക്കുക. നല്ല ഫ്ലൈങ് സ്റ്റാർ കോമ്പിനേഷനുകൾ നമ്മുടെ എൻട്രൻസിനായിട്ടും ബെഡ്റൂമിനായിട്ടും ലിവിങ് ഏരിയയ്ക്കായിട്ടും ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും വീടിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുള്ള ഒരു ഗാർഡൻ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ നോർത്ത് വശത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചലിക്കുന്ന ഒരു ജലധാര നിൽക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും നല്ലതായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വലിയ മതിലുകൾ കെട്ടി അടയ്ക്കരുത്. മതിൽ കെട്ടാം, പക്ഷേ കന്നിമൂലയേക്കാൾ ഉയരത്തിലുള്ള മതിലുകളോ കാര്യങ്ങളോ അവിടെ കെട്ടി, അല്ലെങ്കിൽ മറ്റൊരു നിർമ്മിതി അവിടെ കൊണ്ടുവച്ചിട്ട്, നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു ഷെഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടുക്കള, പുറമേ ഉള്ള ഒരു അടുക്കള, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവച്ചുകൊണ്ട് ഇതിനെ മറയ്ക്കാനും പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്യുക. നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾക്ക് നല്ലൊരു ഫെങ്ഷി കൺസൾട്ടനെ നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബാക്വ എന്ന് പറഞ്ഞിട്ടൊരു കണ്ണാടിയാണ്. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിൻ്റെ മുകളിലായിട്ട് ഇത് വയ്ക്കാം. ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഫ്യൂഡോക്സ് സിമ്പിൾസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോക്സ് സിമ്പിൾസ് കൊടുക്കാം. അതുപോലെ തന്നെ ധരിക്കാവുന്ന ചില പെൻഡൻറ്റുകളാണ് കാണിക്കുന്നത്. ഇത് ബ്ലാക്ക് ടൊർമാൽ എന്ന് പറഞ്ഞിട്ടൊരു പെൻഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ടൈഗർ ഐ ആണ്. എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ടൈഗർ ഐ ഉപയോഗിക്കാം. ഇത് വൈറ്റ് ലോക്കറ്റാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, എക്സാമിൻ്റെയൊക്കെ ഒരു ടൈമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റോസിൻ്റെ പെൻഡൻ്റ് ആണ്. ഇത് വിവാഹത്തിന് വേണ്ടിയിട്ടും ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ബ്രേസ്ലെറ്റുകളുണ്ട്. ഇത് ക്രിസ്റ്റൽസിൻ്റെ, വൈറ്റ് ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മാലകളുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു എക്സാം ടൈമിൽ ഒത്തിരി ഇത്തരത്തിലുള്ള ടൂളുകൾ പോകുന്നുണ്ട്. ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുള്ള വർഷമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.